നേരിടുന്ന ഏറ്റവും വലിയ സെക്യൂരിറ്റി ത്രെറ്റ് എന്ന് പറഞ്ഞാൽ നക്സലിസം ആയിരുന്നു. കാരണം ഒരു റെഡ് കോറിഡോർ സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കും. ഹ്യൂമൻ റൈറ്റ്സുകാരുടെ ആശയം ചില ജേർണലിസ്റ്റുകാർ പിടിക്കും, ആ ജേർണലിസ്റ്റ് അതിനെ ഹൈപ്പ് ചെയ്യും. അപ്പം ആംനസ്റ്റി ഇന്റർനാഷണൽ പോലുള്ള ഇന്റർനാഷണൽ മീഡിയ അത് ഹൈലൈറ്റ് ചെയ്ത് വലിയ രീതിയിൽ കൊണ്ടുവരും. ഈ സ്റ്റേറ്റിനെ ഇംപ്ലോഡ് ചെയ്യിപ്പിക്കുക, അകത്തു നിന്ന് കൊളാപ്സ് ചെയ്യിപ്പിക്കുക, എങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റേറ്റ് കൊളാപ്സ് ആവണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ സിസ്റ്റം കൊളാപ്സ് ആവണം. സ്വന്തം അച്ഛനമ്മ പറഞ്ഞാൽ പോലും വിശ്വാസം ഇല്ലായ്മ എന്ന രീതിയിലേക്ക് ഈ യങ്സ്റ്റേഴ്സ് വരുമ്പോൾ അവർ ഫ്രസ്ട്രേറ്റഡ് ആവും. അവർ ഫ്രസ്ട്രേറ്റഡ് ആയി കഴിഞ്ഞാൽ അവർ സിസ്റ്റത്തിൻ്റെ എങ്ങനെ എനിക്ക് ജോലി കിട്ടുന്നില്ല, ഇവിടെ ശരിയല്ല, സിസ്റ്റം ശരിയല്ല, ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ ഏതെങ്കിലും ഒരു കോസ് വരും. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം പറഞ്ഞു. നക്സൽ തീവ്രവാദികളെ തുടച്ചു നീക്കാൻ സാധിച്ചു, നക്സൽ ബാധിത പ്രദേശങ്ങളൊന്നുമില്ല. പക്ഷേ നക്സൽ മനോഭാവം, ദിമാക്കി നക്സൽ ഇപ്പോഴും അവശേഷിക്കുന്നു എന്ന്. എന്താണ് പ്രധാനമന്ത്രി ഇതിലൂടെ ഉദ്ദേശിച്ചത്? ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ടോ രാജ്യം? എന്തൊക്കെയാണ് ഇതിൻ്റെ വിവിധ വശങ്ങൾ പരിശോധിക്കുകയാണെന്ന് നമ്മൾ ടോക്കിംഗ് പോയിന്റിൽ നമ്മോടൊപ്പം ചേരുന്നു BJP സംസ്ഥാന വക്താവും മുൻ സൈനികനുമായ കേണൽ എസ് ഡിനി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. താങ്ക് യു. നക്സൽ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നമുക്കറിയാം. 1967 പശ്ചിമ ബംഗാളിലെ നക്സൽബാരി എന്ന ഗ്രാമത്തിൽ തുടങ്ങിയ ആ ഒരു സമരം പിന്നീട് സായുധ കലാപമായി മാറുകയും പലയിടങ്ങളിലും അത് വലിയ രീതിയിലുള്ള ആശങ്കയ്ക്ക് വക നൽകുന്ന തരത്തിലുള്ള കലാപമായി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒട്ടേറെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. വലിയ പോരാട്ടം നടന്നു. ഈ സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ ടെനുവറിലാണ് അതിന് അറുതി പൂർണ്ണമായും കുറിക്കാൻ സാധിച്ചത് എന്ന് നമുക്ക് പറയാം. നക്സൽ ബാധിത പ്രദേശങ്ങൾ 0 കുറയ്ക്കാൻ സാധിച്ചു എന്ന് ആഭ്യന്തരമന്ത്രി പറയുകയും ചെയ്തു. അതിനുശേഷമാണിപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ദിമാക്കി നക്സൽ ഒരു ഭീഷണിയാണ് എന്ന്. എന്തായിരിക്കാം അദ്ദേഹം അതിലൂടെ ഉദ്ദേശിച്ചത്? നോക്കൂ, നമുക്ക് അറിയാം, നേരത്തെ പറഞ്ഞ പോലെ 1967 ആദ്യമായിട്ട് നക്സലിസം തുടങ്ങുന്നത്. അത് തുടങ്ങി വർഷങ്ങളായിട്ട് അതിൻ്റെ ആ രീതി തന്നെ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പല ഗ്രൂപ്പുകളായിരുന്നു അവർ. പല ഓരോ ഗ്രൂപ്പും അവരവരുടെ രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരുന്നു. പിന്നെ 2004 അടുപ്പിച്ച് അവരൊരു മെർജർ നടന്നു, അറിയാമല്ലോ. പീപ്പിൾസ് വാർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പും MCC എന്ന് പറഞ്ഞ നോർത്ത്, അതായത് ബീഹാർ, ബംഗാൾ ആ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ഇവരെല്ലാവരും ഒരുമിച്ച് ഒരു ഗ്രൂപ്പായി മാറി. അങ്ങനെ കാലാകാലങ്ങൾ വ്യത്യസ്തമായിട്ട് ഫൈറ്റ് ചെയ്യുന്നവർ ഒരുമിച്ച് വന്നപ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു ഭീഷണിയായി മാറി. അങ്ങനെയാണ് 2009 അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ് ജി പറഞ്ഞത്, നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ന് നക്സലിസമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തരമായിട്ടുള്ള നമ്മുടെ നേരിടുന്ന ഏറ്റവും വലിയ സെക്യൂരിറ്റി ത്രെറ്റ് എന്ന് പറഞ്ഞാൽ നക്സലിസം ആയിരുന്നു. കാരണം ഒരു റെഡ് കോറിഡോർ സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുക, അതായത് നേപ്പാൾ ബോർഡർ തൊട്ട് ഇന്ന് കേരളം വരെ ഒരു റെഡ് കോറിഡോർ അവർക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു. എത്രയോ, എനിക്കൊന്ന് 150-160 അടുപ്പിച്ചുള്ള ഡിസ്ട്രിക്ട്സ് അതിന് ഫുള്ളി എഫക്റ്റഡ് ആയിട്ടുള്ള രീതിയിലായിരുന്നു അന്നത്തെ ഒരു കാലഘട്ടം. ധാരാളം വില നമുക്ക് കൊടുക്കേണ്ടി വന്നു. അതായത് സെക്യൂരിറ്റി ഫോഴ്സസ്, പ്രത്യേകിച്ച് CRPFൻ്റെയൊക്കെ ജവാന്മാർ, ധാരാളം കാഷ്വാലിറ്റീസ് ഉണ്ട്. 72 ജവാന്മാർ ഒറ്റ ഒരു ഓപ്പറേഷനിൽ അവർ ഇല്ലാതാക്കിയ ചരിത്രം വരെ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെയാണ് 2014 ഈ സർക്കാർ വരുമ്പോൾ അവർ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലേക്ക് അത് മുന്നോട്ട് പോവുകയും ചെയ്തു. അതായത് നക്സലിസത്തിന് നമ്മൾ നേരത്തെ അവർ ഒരു ഓപ്പറേഷൻ ഉണ്ടായി, ഓക്കെ, അതിനകത്ത് കാഷ്വാലിറ്റി ഉണ്ടായി, എങ്കിൽ അതിനു വേണ്ടി മാത്രം എന്നുള്ള നിലയിലായിരുന്നു അതുവരെ ചെയ്തിരുന്നത്. ഇൻഫാക്ട് പണ്ടത്തെ ഒരു വീഡിയോ നമ്മൾ കാണുകയാണെങ്കിൽ P. ചിദംബരം അന്നത്തെ ഹോം മിനിസ്റ്റർ പറയുന്നു, ഞാൻ പറയുന്നില്ല നിങ്ങൾ തോക്കുകൾ താഴെ വെക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ വെക്കത്തില്ല എന്ന് എനിക്കറിയാം, പക്ഷേ നമ്മൾ ചർച്ചയൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം പോലും സംസാരിച്ചത്. 2014 മോദി സർക്കാർ വന്നിട്ട് ഒരു ഹോൾ ഓഫ് ഗവൺമെൻറ് അപ്രോച്ച്, അതായത് ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഇൻസ്ട്രുമെൻറ്റും ഉപയോഗിച്ച്, എല്ലാ ശക്തിയും ഉപയോഗിച്ച്, എല്ലാ മേഖലകളും ഉപയോഗിച്ചിട്ടാണ് ഇതിനെ നേരിടാൻ മുന്നോട്ട് വന്നത്. അതായത് CRPF അല്ലെങ്കിൽ സെക്യൂരിറ്റി ഫോഴ്സസ്, CRPF മാത്രമല്ല മറ്റ് സെക്യൂരിറ്റി ഫോഴ്സസ്, അവരുടെ ഒരു ശക്തമായിട്ടുള്ള ഇടപെടൽ, അവർക്ക് വേണ്ടുള്ള ട്രെയിനിങ്, കമാൻഡോ ട്രെയിനിങ്സ് ഒക്കെ ആർമിയൊക്കെ അവർക്ക് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി ഉള്ള ചെയ്തു. കോബ്ര യൂണിറ്റ്സ് ഒക്കെ നമുക്കറിയാം അങ്ങനെ വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ട്രെയിനിങ് എക്യുപ്മെൻ്റ് ഒക്കെ അവരെ ഫുള്ളി രീതിയിൽ ചെയ്തു. ആ മേഖലയിൽ മൊത്തം നല്ലൊരു സംഖ്യ അവിടെ കൊണ്ടുവന്നു. ആ ഓപ്പറേഷൻ അവർ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇതിൻ്റെ പാരലായിട്ട് അവിടെ ഏറ്റവും വലിയ പ്രശ്നം, അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ സമരത്തിൽ തുടങ്ങിയത് അവിടുത്തെ ഈ ഡെവലപ്മെൻറ്റ് ഇല്ലായ്മയായിരുന്നു. അതെ. അപ്പം ഈ 2014 തൊട്ട് ഈ എത്താൻ പറ്റാത്ത സ്ഥലത്തിലൊക്കെ റോഡുകൾ പണിയാൻ തുടങ്ങി.
റോഡിന്റെ കൂടെ തന്നെ മൊബൈൽ ടവേഴ്സ് പണിയാൻ തുടങ്ങി. മൊബൈൽ വന്നപ്പോഴത്തേക്ക് ഇന്റർനെറ്റ് കണക്ഷൻ വന്നു. ഇന്റർനെറ്റ് കണക്ഷൻ വന്നപ്പം ഈ മാവോയിസ്റ്റ് അല്ലെങ്കിൽ നക്സൽവാദി ഇത്രയും ആ പാവപ്പെട്ട ട്രൈബലായിട്ടുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ആളുകൾക്ക് ബോധ്യപ്പെടാൻ തുടങ്ങി. ഇത് ശരിയല്ല, ഇങ്ങനല്ല കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി. അതുപോലെ തന്നെ നമുക്കറിയാം ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റ് എന്ന് മാറ്റിയിട്ട് അവർ നല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള IAS ഓഫീസേഴ്സിന് അവിടെ അവരെ വിട്ട് ഡെവലപ്മെന്റ് എന്നുള്ള നിലയിൽ ആ രീതിയിലേക്ക് മുന്നോട്ട് പോയി. അപ്പം അവിടുത്തെ ആളുകളുടെ ഒരു സെൽഫ് റെസ്പെക്ട് കൂട്ടുകയും ഡെവലപ്മെന്റ് കൊണ്ടുചേരുകയും അതിന്റെ പാരലായിട്ട് ഓപ്പറേഷൻസ് വരികയും ചെയ്തുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ മാർച്ച് 2026 31 മാർച്ച് 2026 ആയപ്പം 0 ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട് എന്ന നിലയിലേക്ക് നമുക്ക് മാറ്റാൻ സാധിച്ചു. അതായത് ഒരു കണക്ക് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി അതിനെ ഈ നക്സലിസത്തിനെ ഇല്ലാതാക്കി എന്ന് വേണമെങ്കിൽ ധാരാളം ആളുകൾ സറണ്ടർ ചെയ്തു. ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടാണ് ഒരു ഫാഷൻ ഷോ ഒക്കെ പഴയ കാലങ്ങളിലെ അവർ വന്ന് ചെയ്യുന്നു പഠിക്കാൻ വേണ്ടി. അതായത് ഏറ്റവും വലിയ നക്സലായിട്ടുള്ള ആളുകൾ അദ്ദേഹം വീണ്ടും പഠിക്കാൻ വേണ്ടി അദ്ദേഹം കോളേജിൽ ജോയിൻ ചെയ്യുന്നു. അങ്ങനെയുള്ള ധാരാളം പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നടക്കുന്നു. ആ ഏരിയയിൽ ഡെവലപ്മെന്റ് വരുന്നു. അപ്പോഴത്തേക്ക് ഈ ആളുകളുടെ കഷ്ടപ്പാടുകൾ കുറച്ചൊക്കെ മാറി മാറി വരുമ്പോൾ അവർ പുതിയൊരു രീതിയിലേക്ക് മാറാൻ തുടങ്ങി. അപ്പം നക്സൽവാദി ഇല്ലാതായി. ഇത് മുൻകൂട്ടി ഈ നക്സൽസിൻ്റെ അവർക്ക് അറിയാമായിരുന്നു ഒരു സമയം വരുമ്പം അവരുടെ ഈ കാര്യങ്ങൾ മാറുമെന്ന്. അപ്പം 2004 മെർജർ ആയെങ്കിലും 2007-8 ആയപ്പോൾ അവർക്ക് മനസ്സിലായി ഈ റൂറൽ ഏരിയ ഗ്രാമപ്രദേശത്തിൽ ട്രൈബൽ ഏരിയയിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെയാണ് അവരൊരു സ്ട്രാറ്റജി ഷിഫ്റ്റായി. അവർ പറഞ്ഞ് അർബനിലേക്ക് പോകണം. അപ്പോൾ അവർ കൃത്യമായിട്ടൊരു ഡോക്യുമെന്റ് പോലും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആർ പെർസ്പെക്റ്റീവ് ഇൻ അർബനിലേക്ക് എങ്ങനെ പോകണം. അപ്പൊ അവർക്കറിയാം അർബനിലേക്ക് ഈ വ്യവസ്ഥ അവിടെ ഇല്ല. അവിടെ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ഈ ദാരിദ്ര്യമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ട്രൈബൽസിന്റെ ഇഷ്യൂ ഒന്നും അവിടെ ഇല്ല. അപ്പൊ അവിടെ എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യുക? അവരതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞു അവിടെ ടാർഗറ്റ് ചെയ്യേണ്ടുള്ളത് ബുദ്ധിയുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്യുക. അതായത് അക്കാഡമിക് ആയിട്ടുള്ള ലെക്ചറേഴ്സ്, കോളേജ് ലെക്ചറേഴ്സ്, ജേർണലിസ്റ്റ്, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അങ്ങനെയുള്ള അതായത് സമൂഹത്തിൽ ഉന്നത പദവിയിൽ ഇരിക്കുന്ന ആളുകൾ, പോലീസിലെ ഉദ്യോഗസ്ഥർ അല്ലാത്ത ആളുകൾ എല്ലാവരെയും ടാർഗറ്റ് ചെയ്തിട്ട് അവരെ ഈ ആശയത്തിലേക്ക് കൊണ്ടുവരിക. വക്കീലന്മാർ. അപ്പോൾ അവരെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇക്കോസിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിച്ച് വരുന്നതെന്നുള്ളതെന്ന് വെച്ചാൽ ഒരു നക്സലിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് നക്സലിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഉടനെ ഒരു ഗ്രൂപ്പ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അവരെ ഉടനെ പറയും ഇവർ പാവപ്പെട്ടവരായിരുന്നു, ഇവർ ആക്ച്വലി പറഞ്ഞാൽ നക്സലിസ്റ്റിന് അവർ തോക്കൊന്നും എടുത്തിട്ടില്ല, അവരൊന്നും അങ്ങനത്തെ ഒന്നും പ്ലാൻ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഹ്യൂമൻ റൈറ്റ്സുകാരുടെ ആശയം ചില ജേർണലിസ്റ്റുകാർ പിടിക്കും. ആ ജേർണലിസ്റ്റ് അതിനെ ഹൈപ്പ് ചെയ്യും. അപ്പം ആംനസ്റ്റി ഇന്റർനാഷണൽ പോലുള്ള ഇന്റർനാഷണൽ മീഡിയ അത് ഹൈലൈറ്റ് ചെയ്ത് വലിയ രീതിയിൽ കൊണ്ടുവരും. അപ്പം ഇതിനു വേണ്ടി പിന്നീട് കുറച്ച് പേര് കേസ് പറയാൻ വേണ്ടി പോകും. സുപ്രീം കോടതിയിൽ വിത്തിൻ 24 hours അവർക്ക് സുപ്രീം കോടതിയിൽ അവരുടെ ഹിയറിംഗ് കേൾക്കാൻ വേണ്ടി ആളുകളുണ്ട്. അപ്പൊ ആ രീതി, അതായത് ഒരു നക്സൽ ആണ് കൺഫേംഡ് ആയിട്ടുള്ള പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഒരു ഇക്കോസിസ്റ്റം ദിമാഗി എന്ന് പറയുമ്പോൾ ഈ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആളുകൾ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും. അപ്പം ഈ രീതിയിൽ മാറുമ്പോൾ എന്ത് പറ്റുന്ന അത് അർബൻ രീതിയിലേക്ക് അങ്ങ് മാറി. അപ്പൊ അവരുടെ ഇതൊരു വശം. രണ്ടാമത്തെ വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഭീമ കോരേഗാവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം ഓർമ്മ കാണുമല്ലോ. 2018 December 31 1 January 2029 ഭീമ കോരേഗാവ് വലിയ രീതിയിലുള്ള കലാപം മഹാരാഷ്ട്രയിൽ നടക്കുന്നത്. അപ്പൊ അതിനകത്ത് ഈ മഹാർ എന്ന് പറയുന്ന ഒരു ആളുകളുണ്ട്. അത് ബേസിക്കലി ദലിത് ആയിട്ടുള്ള ആളുകളാണ്. മഹാർ റെജിമെന്റ് ഇന്ത്യൻ ആർമിയിൽ ഒരു റെജിമെന്റ് ആണ്. വളരെ ശക്തമായിട്ട് പോരാട്ടമൊക്കെ നടത്തുന്ന ആളുകളാണ്. വളരെ ബെസ്റ്റ് ഓഫ് ദ നല്ലൊരു റെജിമെന്റ്സിൽ കാണുന്ന ഒരു റെജിമെന്റ് കൂടിയാണ്. ഈ 200 വർഷം മുമ്പ് ഈ മഹാർ ആളുകള് പേശവ എന്ന് പറയുന്ന രാജാവിനെ, ഈ മഹാർ അന്ന് ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്ത് പേശവ എന്ന് പറയുന്നവരെ, പേശവ എന്ന് പറഞ്ഞ രാജാവിനെ തോൽപ്പിച്ചു. അപ്പൊ ആ 200 വർഷത്തിന്റെ വാർഷികമായിട്ട് അവിടെ അവര് എല്ലാ വർഷവും അവിടെ ഒരു പില്ലറുണ്ട്. ആ പില്ലറിന് അവിടെ വന്നിട്ട് എല്ലാ വർഷവും 1 January അത് ചെയ്യും. അങ്ങനെ അന്ന് അവിടെ ഒരു കലാപം നടന്നു. അതായത് ദലിതും അല്ലാത്ത ആളുകളുമായിട്ടുള്ള ഒരു കലാപം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയാം. അതിന്റെ പിന്നിൽ കൃത്യമായിട്ട് ഈ അർബൻ നക്സൽസിന്റെ ഒരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. PK-16 എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഫേമസ് കേസ് പോലും ഉണ്ട്. അപ്പൊ അവരെല്ലാവരും വ്യത്യസ്ത റോളുകളായിരുന്നു. അവരുടെ എയിം എന്ന് പറഞ്ഞാൽ കലാപം സൃഷ്ടിക്കുക. എവിടെയെങ്കിലുമൊക്കെ സമൂഹത്തിൽ ഡിവിഷൻസ് ഉണ്ട്. ഇപ്പം ജാതിപരമായിട്ടുള്ള ഡിവിഷൻസ് ഉണ്ട്, മതപരമായിട്ടുള്ള ഡിവിഷൻസ് ഉണ്ട്, സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള ഡിവിഷൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പം അവർ ആ ഡിവിഷൻസിലേക്ക് ചെന്ന് അവിടെ ഈ സാധനം, അതായത് ഇങ്ങനെ പറയാം, നമ്മുടെ ഭാഷ പറഞ്ഞാൽ കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് ചെയ്ത് അതിനെ ആളിക്കത്തിക്കുക.
ഇതാണ് അവരുടെ സ്ട്രാറ്റജി. ഇതാണ് ഇപ്പം അർബൻ നക്സൽസ് ചെയ്യുന്നത്. അതാണ് പ്രധാനമന്ത്രി പറയാൻ കാരണം അർബൻ നക്സൽ അല്ലെങ്കിൽ ദിമാഗി നക്സൽസ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഒരു ഇൻസിഡൻ്റ് ആണ് നമ്മുടെ ഈ സ്റ്റുഡൻറ് പ്രൊട്ടസ്റ്റ് ജന്തർ മന്ദറിൽ പോലും നടന്നതിനകത്ത് പോലും അവരുടെ ഒരു റോളുണ്ട്. ജന്തർ മന്ദറിൽ നടന്ന സ്റ്റുഡൻസ് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കോസ് ആയിരുന്നു, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ അതിനകത്തു കൂടി ഇവർ ഇൻഫിൽട്രേറ്റ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഓക്കെ, ഈ അതായത് ഇവർ സജീവമായിരിക്കും എല്ലാ നാഗരിക അല്ലെങ്കിൽ നഗരമേഖലകളിലെല്ലാം ഇവർ സജീവമായിരിക്കും. അവരിലേക്ക് ഈ ആശയങ്ങൾ എത്തിയിട്ടുണ്ടാകും. എവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാരണം കണ്ടെത്തുന്നുവോ അപ്പോൾ അവരവിടെ ഇടപെടും അല്ലെ? അതെ, അതാണ് അവരുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി സ്റ്റേറ്റിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് പുസ്തകങ്ങളുണ്ട്. ഇത് എങ്ങനെ ചെയ്യണമെന്നുള്ള കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. ആ സ്ട്രാറ്റജീസിനകത്ത് ഇവരുടെ ഓരോരുത്തരുടെ റോളുകൾ വളരെ കൃത്യമായിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ സമൂഹത്തിൽ നോക്കുമ്പം അദ്ദേഹം ഒരു ലെക്ചററല്ലേ, അല്ലെങ്കിൽ അദ്ദേഹം വളരെ ഒരു മാന്യമായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ എന്നൊക്കെ നമുക്ക് തോന്നാം. അദ്ദേഹം ഒരിക്കലും ഒരു തോക്ക് കാണുകയോ അല്ലെങ്കിൽ തോക്ക് കൈവച്ച് തൊടുകയോ ചെയ്യില്ല. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന കാര്യം ഇതായിരിക്കും. അദ്ദേഹം റിക്രൂട്ട് ചെയ്യും ആളുകളെ. അദ്ദേഹം ചെന്നിട്ട് ഇപ്പോൾ ഒരു കോസ് കണ്ടു, ഇപ്പം ജെന്യൂൻ ആയിട്ടൊരു കോസ് ജെന്യൂൻ ആയിരിക്കും, തുടക്കത്തിലുള്ള കോസ് ജെന്യൂൻ ആയിരിക്കും. പക്ഷെ അതിനകത്ത് എങ്ങനെയാണ് ആളി കത്തിക്കാൻ പറ്റുക, ആ കോസിലേക്ക് ഇവരുടെ ആളുകളെ നിഴഞ്ഞു കയറ്റി അതിനെ വഴിതിരിച്ച് അവർ വിചാരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുക, ആ കാര്യം ഇവരായിരിക്കും, ഈ ദിമാഗി നക്സൽസ് ആയിരിക്കും ചെയ്യുന്നത്. വേറൊരു ഇതിനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുമല്ലോ, വൈറ്റ് കോളർ ടെററിസം. കറക്റ്റ് അല്ലേ? കറക്റ്റ്. സമൂഹത്തിലെ ഇലൈറ്റ് ഗ്രൂപ്പിലേക്ക് തീവ്രവാദ ആശയങ്ങൾ എത്തിക്കുക, അവരെ കൊണ്ട് ഭീകര പ്രവർത്തനങ്ങൾ ചെയ്യിക്കുക. അബ്സല്യൂട്ട്ലി അത് തന്നെയാണ് ഇപ്പൊ 5th ജനറേഷൻ വാർഫെയർ എന്നൊക്കെ പറയുന്നത്. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്ത് എല്ലാവരും തോക്കെടുക്കണമെന്നില്ല. പണ്ടൊക്കെ നമ്മൾ ഒരു മനസ്സിൽ നിന്ന് ഒരു ഭീകരവാദി എന്ന് തോന്നുമ്പോൾ തോക്കെടുത്ത് അല്ലെങ്കിൽ ബെൽറ്റ് ബോംബ് ഇട്ട് ഇങ്ങനെ. ഇന്ന് അങ്ങനെ വേണ്ട, ഇന്ന് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ എല്ലാം സോഷ്യൽ മീഡിയയിലും മൊബൈലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്ത് ഞാനിടുന്ന പോസ്റ്റ് അത് വേണമെങ്കിൽ അതിനെ ഒരു വെപ്പനാക്കി മാറ്റാൻ പറ്റും, വലിയൊരു ചർച്ചയാക്കി മാറ്റാൻ പറ്റും. ഇപ്പം നോക്കൂ, കൃത്യമായിട്ട് അതിന്റെ എക്സാമ്പിളാണ് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് കോക്രോച്ച് എന്നുള്ള ഒരു രീതിയിൽ. അത് ആക്ച്വലി പറഞ്ഞാൽ അത് യുവാക്കൾക്ക് അഗെയിൻസ്റ്റ് പോലും അല്ലായിരുന്നു. അത് അദ്ദേഹം അവിടെ വരുന്ന അഭിഭാഷകരെ കുറിച്ചുള്ള ഒരു പാസിംഗ് കമന്റ് മാത്രമാണ്. ആ കമന്റിനെ ഉടനെ പിടിക്കാൻ വേണ്ടിയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അത് അപ്പൊ പിടിച്ചു കഴിഞ്ഞിട്ട് മണിക്കൂറിനകം 23 മില്യൺ ഫോളോവേഴ്സ് ആക്കി മാറ്റുന്നു. അപ്പൊ എങ്ങനെയാണ് സംഭവിക്കുക? അതിന് കൃത്യമായിട്ട് ഈ അർബൻ നക്സൽ അല്ലെങ്കിൽ ദിമാഗി നക്സൽസ് എന്ന് പറയുന്ന ആളുകൾക്ക് പുറം രാജ്യങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ ബോസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിനെക്കുറിച്ചൊക്കെ ധാരാളം റിസർച്ച് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കി അവിടാണ് ഈ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചുള്ള ബുക്സ് എഴുതിയിട്ടുള്ളതും അവിടെയുള്ള ആളുകൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പൊ നമ്മുടെ ഇപ്പൊ ദീപ്ക എന്ന് പറയുന്ന അഭിജിത്ത് ദീപ്ക വന്നത് ബോസ്റ്റണിലെന്ന് അദ്ദേഹം പഠിച്ചിരുന്നത്. അപ്പൊ അവിടെയൊക്കെ അപ്പൊ ഞാൻ പറയുന്ന വെച്ചാൽ നമ്മൾ ഇതിനെ ആരും നേരിട്ടുള്ള ആരോപണമല്ല, പക്ഷെ ഇതെല്ലാം ഒന്ന് ലിങ്ക് ചെയ്ത് നോക്കുമ്പോൾ ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചോദ്യങ്ങളുണ്ട്. ഇതെങ്ങനെയാണ് പെട്ടെന്ന് ഇത്രയും മില്യൺ ഫോളോവേഴ്സ് വരുന്നത്? അതിനകത്ത് എല്ലാം ഇന്ത്യൻസ് ഒന്നും അല്ല. ഒരു കോസ് കിട്ടി അതിനെ ഒരു കളിയാക്കലാക്കി മാറ്റി. ബംഗ്ലാദേശ് ഉണ്ടായി, പാകിസ്ഥാനിലുണ്ടായി. ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം അതിന്റെ തന്നെ വേറൊരു ഉദാഹരണം കൂടെ പറയാം നമുക്കത് വളരെ. ഇപ്പം മോദിജി അത് ദിമാഗി നക്സൽസ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ദിമാഗി നക്സൽസ്. പക്ഷേ പി ചിദംബരം ഉടനെ അതെടുത്ത് ഐ എം പ്രൗഡ് ടു ബി എ ദിമാഗി നക്സൽ എന്ന് പറഞ്ഞങ്ങ് മാറ്റി. അപ്പൊ അതെന്താ ചെയ്യുന്ന വെച്ചാൽ യഥാർത്ഥത്തിലുള്ള ഈ ദിമാഗി നക്സൽസിന് കവറിംഗ് ഫയർ കൊടുക്കുന്നതാണ് പറയുക. അത് മനസ്സിലായില്ലേ? അപ്പം അദ്ദേഹം പറഞ്ഞ ഉടനെ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ഞാനും പ്രൗഡ് ടു ബി എ ദിമാഗി നക്സൽ. വേറെയും കുറെ ആളുകൾ പറഞ്ഞു ഞാനും പ്രൗഡ് ടു ബി എ ദിമാഗി നക്സൽ. അപ്പൊ എല്ലാരും കുറച്ച് വിഭാഗം ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ എന്താ പറ്റും, ഒറിജിനൽ ആയിട്ടുള്ള ആൾ പോലും അത് അങ്ങനത്തെ രീതിയിൽ അങ്ങ് മെർജ് ആവും. അപ്പൊ സൊസൈറ്റിയിൽ അവരെ കവർ ചെയ്തു, വൈറ്റ് വാഷ് ചെയ്തു. അതാണ് അതിന്റെ ഇതും ആ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ എല്ലാവരും. ഇപ്പം എന്താ ബംഗ്ലാദേശിൽ ഇതുപോലെ നടന്നിട്ടുണ്ട്. ബംഗ്ലാദേശിൽ അവിടെ ഷെയ്ഖ് ഹസീന ഒരു വേർഡ് യൂസ് ചെയ്തിരുന്നു. അതായത് ഈ 1971 റസാക്കാർ എന്ന് പറഞ്ഞിട്ട് രീതിയിലുള്ള ഒരു പദം. അതായത് ബേസിക്കലി അവിടുത്തെ ബംഗ്ലാദേശിലെ വലിയ രീതിയിലുള്ള ഉപദ്രവവും ക്രൂരതയൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾ ഞങ്ങൾ എന്താ പറയുക, ആ ആളുകളെയാണ് ഞാൻ നമ്മുടെ ബംഗ്ലാദേശിന്റെ ശത്രു എന്നോ എന്നുള്ള രീതിയിലാണ് അവരന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അതുകൊണ്ട് അതിനെ ഉടനെ അവരെ ഏറ്റെടുത്തിട്ട് ഐ ആം ഓൾസോ റസാക്കാർ എന്നുള്ള രീതിയിലേക്ക് എല്ലാവരും പറയാൻ തുടങ്ങി.
അപ്പൊ യഥാർത്ഥത്തിൽ ആ പണ്ടത്തെ ക്രൂരതയൊക്കെ ആളുകൾ അങ്ങ് പറഞ്ഞു, അതിനെ വൈറ്റ് വാഷ് ചെയ്ത്. ഇതെല്ലാം ഇതിന്റെ പാട്ടാണ്. ഈ ദിമാഗി നക്സൽസിന്റെ ഒരു പാറ്റേൺ ആണ് ഇത്, എങ്ങനെയാണ് ചെയ്യേണ്ടുള്ള എന്നുള്ള രീതി. അപ്പോൾ പിക്ചർ ക്ലിയർ ആണ്. ഇത് വളരെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വ്യക്തം. എക്സാക്ട്ലി. പണ്ട് നമ്മൾക്ക് കൃത്യമായി അറിയാം, എനിക്ക് തോന്നുന്നു അങ്ങേക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. ഈ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ലോകത്തിന്റെ ഒരു കോണിലിരുന്ന് മറ്റൊരു കോണിലിരുന്ന ഒരാളെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്ത് തങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അതെ അല്ലേ? നമ്മൾ പല അൽ ഖായിദ ഉൾപ്പെടെയുള്ളവ അത് വളരെ മോശമായത് ഉപയോഗിച്ചിട്ടുണ്ട്, ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. വളരെ ഡിസ്ട്രക്റ്റീവായിട്ട് പല രാജ്യങ്ങൾക്കും അതിൻ്റെ ഫലം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഡ്രോണുകളെ പോലെ എവിടെ നിന്ന് വേണമെങ്കിലും നിയന്ത്രിക്കാൻ സാധിക്കുന്ന മനുഷ്യ ആയുധങ്ങളായി ഓരോ മനസ്സും മാറുകയാണ്. അതെ, അങ്ങ് പറഞ്ഞ കറക്റ്റാണ്. പക്ഷെ ഇപ്പോഴത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഇൻഫർമേഷൻ വാർഫെയർ എന്ന് പറയും. എൻ്റെ ഒരു ഫേവറേറ്റ് ടോപ്പിക് കൂടിയാണത്. അപ്പം നമ്മളതിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അൽ ഖായിദ പോലത്തെ ഭീകരവാദ സംഘടനകൾ കുറച്ച് ആളുകളെ തോക്കെടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് ചെയ്തത്. പക്ഷെ ഇപ്പൊ അതിന്റെ മാറ്റം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ അഗേൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന രാജ്യങ്ങളും ഏജൻസീസൊക്കെ അവർ ചെയ്യുന്ന ഇന്ന് തോക്കെടുക്കാനല്ല അവർ ചെയ്യുന്നത്. അവർ ചെയ്യുന്ന വെച്ചാൽ ഈ സ്റ്റേറ്റിനെ ഇംപ്ലോഡ് ചെയ്യിപ്പിക്കുക, അകത്ത് നിന്ന് കൊലാപ്സ് ചെയ്യിപ്പിക്കുക. എങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റേറ്റ് കൊലാപ്സ് ആവണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ സിസ്റ്റം കൊലാപ്സ് ആവണം. ആ സിസ്റ്റം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ ജനാധിപത്യം, ജുഡീഷ്യറി, മിലിറ്ററി, എക്കണോമി, ഇതൊക്കെയാണ് നമ്മുടെ സ്ട്രെങ്തും. ഇതൊക്കെയാണ് ഇപ്പം നമ്മൾ നോക്കും, ഓരോ പില്ലർ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നോക്കാം. ഇപ്പം ഡെമോക്രസി, നിരന്തരമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഇൻഫർമേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡെമോക്രസി പോയി, EVM ശരിയല്ല, വോട്ടിംഗ് ശരിയല്ല, അവിടെ ഇത് ചെയ്യുന്നു, നമ്മൾ എന്താ പറയുക, ഞാൻ വോട്ട് ചെയ്ത വോട്ട് അങ്ങോട്ട് പോകും, ഇത് വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു നെറേറ്റീവ് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണ യുവാവ് വിചാരിക്കും ഞാൻ എന്തിനാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് തോന്നും. അതായത് ഈ വോട്ട് ചെയ്താലും ഇത് ശരിയല്ല, SIR ചെയ്താൽ ശരിയല്ല, വോട്ട് ചോരി നടക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലേക്കുള്ള ഒരു വലിയ പ്രൊപ്പഗാൻഡ അത് നടക്കുന്നുണ്ട്. അപ്പം ആ വിശ്വാസമില്ലായ്മ വന്നു EVMൽ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ. ഇതേപോലെ ജുഡീഷ്യറിയുടെ ചില വിധി വരുമ്പം നല്ലതാണ്, പക്ഷെ എഗെയിൻസ്റ്റ് ആയിട്ട് വരുമ്പം ഉടനെ ജുഡീഷ്യറിയെ എഗെയിൻസ്റ്റ് ടാർഗറ്റ് ചെയ്യുക. ഈ ജഡ്ജ് ശരിയല്ല, ആ ജഡ്ജിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ്, ആ ജഡ്ജ് ഇനി ഫ്യൂച്ചറിൽ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു, ഇത് നോക്കൂ ജുഡീഷ്യറി മൊത്തം തകർന്നു, എല്ലാം പോയി എന്നുള്ള രീതിയിലേക്ക് സൃഷ്ടിക്കുക. അപ്പം നമ്മൾ സാധാരണക്കാർ ആളുകളോട് ചോദിക്കുമ്പോൾ എന്ത് ജുഡീഷ്യറി, അവരും ഭയങ്കര കറപ്റ്റാണ്, അവിടെ നടക്കുന്നില്ല. അപ്പം ജുഡീഷ്യറിയുടെ വിശ്വാസവും പോയി. ഇനി മിലിറ്ററിയുടെ എടുത്തു കഴിഞ്ഞാൽ, മിലിറ്ററി ഒരു ഓപ്പറേഷൻ ചെയ്യുകയാണ്. അപ്പൊ ചോദിക്കും നമ്മുടെ അടുത്ത് തെളിവ് എവിടെ, തെളിവ് എവിടെയെന്ന് ചോദിക്കും. അപ്പൊ തെളിവ് നമ്മളാണ് കൊടുക്കേണ്ടത്, തെളിവ് കൊടുക്കാൻ. അപ്പം പറയാം ഇല്ലല്ലോ, അവർ ചെയ്തോ ഇല്ലെന്ന് നമുക്ക് അറിയത്തില്ല. പണ്ട് അങ്ങനല്ല, പണ്ട് മിലിറ്ററി ചെയ്ത് തന്നെയാണ്. ഇപ്പം നമ്മുടെ ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് കഴിഞ്ഞിട്ട് എയർഫോഴ്സ് ചീഫ് അദ്ദേഹം വന്ന് പറഞ്ഞു ഞങ്ങൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിന് ചോദിക്കുകയാണ് തെളിവ് എവിടെയെന്ന്. ആലോചിച്ച് നോക്കുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു തെളിവ് തരുക ഞങ്ങളുടെ പണിയല്ല, ഞങ്ങളുടെ പണി ഞങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പൊ അവിടെയും ഒരു വിശ്വാസം ഇല്ലായ്മ ചെയ്തു. അപ്പൊ ഈ പുതിയ കാലത്തിന്റെ ഈ ഇൻഫർമേഷൻ വാർഫെയറിന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ശ്രീലിയോ, ഇത് അവര് പറയുന്ന വിശ്വസിക്കുക എന്നല്ല, ആര് പറഞ്ഞാലും വിശ്വസിക്കരുത് എന്നായി മാറി. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മളൊരു വിശ്വാസം ഇല്ലായ്മ, സ്വന്തം അച്ഛനമ്മ പറഞ്ഞാൽ പോലും വിശ്വാസം ഇല്ലായ്മ എന്ന രീതിയിലേക്ക് ഈ യങ്സ്റ്റേഴ്സ് വരുമ്പോൾ അവർ ഫ്രസ്ട്രേറ്റഡ് ആവും. അവർ ഫ്രസ്ട്രേറ്റഡ് ആയി കഴിഞ്ഞാൽ അവർ സിസ്റ്റത്തിന്റെ എനിക്ക് ജോലി കിട്ടുന്നില്ല, ഇവിടെ ശരിയല്ല, സിസ്റ്റം ശരിയല്ല, ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ ഏതെങ്കിലും ഒരു കോസ് വരും. നീറ്റ് പരീക്ഷ നോക്കൂ, അവിടെ ഇത് ഞങ്ങൾ പഠിച്ചിട്ട് ഞങ്ങൾക്ക് ഇതായതെന്ന് ഒരു ജെന്യുവൻ കോസ് വരും, ഒരു ജെന്യുവൻ കോസ്. ആ ജെന്യുവൻ കോസിൽ ഈ അർബൻ നക്സൽസ്, ഈ ദിമാഗി നക്സൽസ് എല്ലാം തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇത് ഇങ്ങനെ മനസ്സിനകത്ത് കുത്തി നിറച്ച് ആ ഫ്രസ്ട്രേഷൻ അവരെന്ത് ചെയ്യും, തെരുവിലേക്ക് ഇറങ്ങും. തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ പിന്നീട് ഒരു മോബായി മാറിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു കിട്ടാൻ പാടാണ്. അതാണ് ശ്രീലങ്കയിൽ നടന്നത്, അതാണ് ബംഗ്ലാദേശിൽ നടന്നത്, അതാണ് നേപ്പാളിൽ നടന്നത്. അതിലൂടെ ഒരു സ്റ്റേറ്റിനെ അട്ടിമറിക്കുക എന്നുള്ളത്, അതായത് എനിക്ക് ആഗ്രഹമുള്ള ഒരു രീതിയിലേക്ക് ആ സ്റ്റേറ്റിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ കാലത്തിന്റെ ഇൻഫർമേഷൻ വാർഫെയർ. അതായത് തെരുവിലെ കൊണ്ടുവരിക, ഒരു പ്രൊട്ടസ്റ്റ്, എക്സ്പ്ലോയിറ്റിംഗ് ദ പ്രൊട്ടസ്റ്റ് പൊട്ടൻഷ്യൽ ഓഫ് ദ പോപ്പുലേഷൻ എന്ന് പറയും. അതിനകത്ത് വലിയ പോപ്പുലേഷൻ ഒന്നും ആവശ്യമില്ല, ഒരു 3-3.5% ആളുകൾ ഒരു പോപ്പുലേഷന്റെ തെരുവിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മാറ്റം വരും. അതാണ് അതും സ്റ്റഡീസിൽ പറഞ്ഞിട്ടുണ്ട്. നോൺ വയലന്റ് ആയിട്ട്, വേറെ വയലൻസിന്റെ ആവശ്യമില്ല, നോൺ വയലന്റ് ആയിട്ടുള്ള രീതിയിലേക്ക് വരും. പക്ഷെ ഈ ദിമാഗി നക്സൽസ് അവർ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അവർ
100% അതിനകത്ത് വയലൻസ് എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ നോക്കും. എവിടുന്നെങ്കിലും ഒരു കല്ല് ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യും, പോലീസ് ഫയർ ചെയ്യും, ഇവിടുന്ന് കാഷ്വാലിറ്റീസ് പറ്റും, ആളുകൾ മരിച്ചു വീഴും, അപ്പോഴത്തേക്ക് അവരെ രക്തസാക്ഷികളാക്കി മാറ്റും. വലിയ രീതിയിലുള്ള പിന്നെ അങ്ങ് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് പോകും. ഡൽഹിയിൽ അങ്ങനെ ഡൽഹിയിൽ അങ്ങനെ സംബന്ധിച്ചിരിക്കാനുള്ള രീതി ഉണ്ടായിരുന്നു. ബംഗ്ലാദേശിൽ നടന്നത് കൃത്യമായിട്ട് ഇതുപോലെ തന്നെയാണ്. പിന്നെ മൈനോറിറ്റീസിനൊക്കെ ടാർഗറ്റ് ചെയ്യുന്നു അവർ, കാരണം പിന്നെ മോബാണ്. അതെ, പിന്നെ നിങ്ങൾക്ക് നമ്മളെ സ്റ്റേറ്റിന്റെ ഒരു കൺട്രോൾ ഇല്ലാതെ പോയില്ലേ, പോത്തില്ലേ. ഇപ്പം പോലീസിന് ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ അവർക്ക് ഈ ക്രിമിനൽസ് എല്ലാം വന്ന് അവരുടെ രീതിയിൽ ചെയ്യും. ഇപ്പം ചില മത ആളുകളാണ്, ആ സമയം കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യും. അപ്പൊ പിന്നെ ഒരു കൺട്രോൾ ഇല്ലാതെ ഇത് പോകുമ്പോൾ ഇതൊരു ചെയിൻ റിയാക്ഷൻ ആയിട്ട് പിന്നെ വയലന്റ് ആയിട്ട് പോകും. അങ്ങനെ ഒരു സ്റ്റേറ്റ് മോഡിലേക്ക് പോകും, ഒരു ഇല്ലാതാവുന്ന രീതിയിലേക്ക് വരെ പോകാനുള്ള ഇതുണ്ട്. അതിന് പല ഉദാഹരണങ്ങളും ഉണ്ട്. എന്താണ് ഇവിടെ ഒരു പരിഹാരം? എന്താണ് ഒരു പ്രതിപ്രവർത്തനം, അല്ലെങ്കിൽ ഇതിനെതിരെ എങ്ങനെ നേരിടണം എന്നുള്ളതാണ് തോന്നുന്നത്? ഇതിന് രണ്ട് വശങ്ങളുണ്ട്. ഇത് എങ്ങനെ നേരിടാം. ഒന്ന്, ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യത്തിന് ഒരു പരിധിയുണ്ട്. പക്ഷെ ആസ് എ സിറ്റിസൺ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇപ്പം നമ്മളിപ്പം ഇതിനെക്കുറിച്ച് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഗവൺമെന്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റ് ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ തന്നെ വന്നു. ഇപ്പൊ ഇതിനു മുമ്പ് പുറത്തെ ബില്ലുണ്ടായിരുന്നു, കർഷക ബില്ലുണ്ടായിരുന്നു. ഇതിനെല്ലാം സമരങ്ങൾ വന്നപ്പോഴും ഇതേപോലത്തെ ഉള്ള രീതിയിൽ പ്രക്ഷോഭം കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഇപ്പം സ്റ്റുഡൻസിന്റെ കാര്യം വന്നപ്പം സ്റ്റുഡൻസിന് വേണ്ടി ഗവൺമെന്റ് കേൾക്കാൻ തയ്യാറായി എന്നുള്ളത്, അതായത് ഗവൺമെന്റ് ചർച്ച ചെയ്തു, അതിനെ തണുപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തി, അത് വിജയിക്കുകയും ചെയ്തു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ കോസ് ജെന്യൂൻ ആയിരുന്നു. അതെ, ആ കോസ് ജെന്യൂൻ. അപ്പൊ ആ ഗവൺമെന്റിന് ഇവിടെയൊക്കെ പറയുന്ന പോലെ ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ അത് കേൾക്കത്തോലും ഇല്ലായിരുന്നു. പക്ഷെ മന്ത്രിമാർ പോയി, മന്ത്രിമാർ സംസാരിച്ചു, മന്ത്രിമാർ അവരുമായിട്ട് കേട്ടു, അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചു. അതായത് ഓക്കെ ഫൈൻ. കാരണം നമ്മളത് ഈ ദിമാഗി നക്സൽസിന് ആവശ്യം അത് അംഗീകരിക്കരുത് എന്നുള്ളതായിരുന്നു. ഇത് നീണ്ടു പോകണം. സോനം വാങ്ചുക് കുറച്ച് ദിവസം കൂടെ കിടന്നിരുന്നെങ്കിൽ, സോനം വാങ്ചുക്കിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഈ ദിമാഗി നക്സൽസ് ഒക്കെ അവർക്ക് അവരുടെ ടാർഗറ്റ് കിട്ടിയാണ്. പക്ഷെ ഇത് ഗവൺമെന്റ് മനസ്സിലാക്കിയോണ്ടാണ് ഗവൺമെന്റ് അതിനെ അംഗീകരിച്ച്, ഈ കുട്ടികളുടെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അതിനെ നമുക്ക് അംഗീകരിക്കാം എന്നുള്ള രീതിയിലേക്ക്. അപ്പോഴത്തേക്ക് ഒരു ഈ എന്താ പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രൈം മിനിസ്റ്റർ അഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് പൊതുസമൂഹം ഈ മൂവ്മെന്റ് അഗെയിൻസ്റ്റ് ആയിട്ട് അങ്ങ് മാറി. അതായത് അതുവരെ ഉള്ള ഒരു സിമ്പതിയും സപ്പോർട്ടും അവർക്ക് ഇല്ലാതായി. അതില്ലാതായപ്പോഴത്തേക്ക് അത് തണുക്കാൻ തുടങ്ങി. അപ്പൊ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം അത് തന്നെയാണ് ചെയ്തത്. അതായത് ടാക്ട്ഫുള്ളി ഹാൻഡിൽ ചെയ്തു. അതായത് പിടിവാശി കാണിച്ചില്ല, ടാക്ട്ഫുള്ളി ഹാൻഡിൽ ചെയ്തു. പോലീസിന്റെ രീതി ചെയ്തു, പൊളിറ്റിക്കൽ രീതി ചെയ്തു. പക്ഷെ ആസ് സിറ്റിസൺസ് അവിടെയാണ് നമ്മൾ വളരെ കെയർഫുൾ ആയിക്കൊണ്ടുള്ളത്. ഇപ്പം നമ്മളൊരു ഇൻഡിവിജ്വലാണ്. നമ്മൾ ഒരു പോസ്റ്റ് വായിക്കുമ്പോൾ ആ പോസ്റ്റിന്റെ ബാക്കിലെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കും ആ പോസ്റ്റ് പോകുന്നത്, പക്ഷെ അത് നമ്മളെ ഹാം ചെയ്യും, നമ്മളെ രാജ്യത്തിന് ഹാം ചെയ്യും. ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന പ്രത്യശാസ്ത്രമോ, ഞാൻ വിശ്വസിക്കുന്ന മതമോ, ഞാൻ വിശ്വസിക്കുന്ന സമുദായത്തിനെ കുറിച്ചായിരിക്കും ആ പോസ്റ്റ് വരുന്നത്. പക്ഷെ അത് കൊള്ളുന്നത് ഈ സമുദായങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരിക്കും. അപ്പൊ അതിന്റെ അവസ്ഥ, അതായത് അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി, അത് കറക്റ്റാണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടൂ എന്നുള്ളത്. അതായത് ഫേക്ക് ആണോ അല്ലയോ, ഇതിന്റെ ഒറിജിനൽ എന്താണ് അല്ലയോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇത് പറയുന്നത് ആരാണ്, ഈ ജേർണലിസ്റ്റ്, അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി എന്താണ്, അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യം ഇത് മുൻകാലങ്ങളിൽ അദ്ദേഹം ഇങ്ങനെയാണല്ലോ സംസാരിച്ചിരുന്നത്. ഇതെല്ലാം നമ്മൾ ഒരു നമ്മളെ ബാക്ക് ഓഫ് ദി മൈൻഡിൽ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മളെ ഫുൾ ആക്കാൻ പറ്റത്തില്ല. അപ്പൊ അതാണ് നമ്മൾ, അപ്പൊ ആ റെസ്പോൺസിബിലിറ്റി ഈസ് ടു ബി റെസ്പോൺസിബിൾ ഇൻ സോഷ്യൽ മീഡിയ. അപ്പൊ ചെക്ക് ഇൻ ആൻഡ് ചെക്ക് ഔട്ട് എന്ന് പറയുന്നത്, അതായത് വരുന്ന സാധനം ചെക്ക് ഇൻ ചെയ്യുക, നമ്മൾ അയക്കുന്ന സാധനത്തെ ചെക്കൗട്ട് ചെയ്യുന്ന മുമ്പ് നമ്മൾ ഒന്ന് കെയർഫുൾ ആക്കി ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നെക്സ്റ്റ് ജനറേഷൻ, അതായത് ജെൻസി എന്നൊക്കെ പറയുന്നത്, ആ ജനറേഷന് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നമ്മളിത് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താ പറ്റുമെന്ന് അറിയോ ശരിയോ? അത് നോക്കുക, വീണ്ടും രാഷ്ട്ര സുരക്ഷയുടെ ഒരു ഇഷ്യൂ കൊണ്ടുവന്നു, എല്ലാം ദേശസുരക്ഷ ആണല്ലോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കും. അപ്പൊ ഇതിന് കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഫാക്ട്സ്, ഫിഗേഴ്സ്, ബുക്സ്, ലിറ്ററേച്ചർ വെച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് നമ്മളെ പോലുള്ള ഓരോ പൗരന്മാർക്കും ചെയ്യേണ്ട കാര്യം. നമ്മുടെ നാട് വെല്ലുവിളി നിറഞ്ഞൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിരതയാർന്ന സർക്കാരുണ്ടെങ്കിൽ ആ രാജ്യം വികസനത്തിൻ്റെ പടവുകൾ ഒന്നൊന്നായി വേഗത്തിൽ കയറും. അത് മറ്റ് ലെവലിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിത നിലവാരം എന്ന് പറയുമ്പോൾ ഓരോ പൗരൻ്റെയും ജീവിത നിലവാരം ഉയരും എന്ന് ചുരുക്കം. അത്തരത്തിൽ ശക്തമായ കുതിപ്പ് നടത്തുന്ന രാജ്യത്തെ കടിഞ്ഞാണിടാൻ ശത്രുരാജ്യങ്ങൾ എല്ലാ ആയുധം എടുത്തു പയറ്റും. അതിൽ ഒന്ന് തന്നെയാണ് ഇത്തരത്തിൽ നക്സലുകളെ, അതായത് അർബൻ നക്സലുകളെ സൃഷ്ടിക്കുക എന്നുള്ളത്. ഓരോരുത്തരുടെയും മനസ്സിൽ രാജ്യവിരുദ്ധ ചിന്തകൾ കുത്തി നിറച്ചുകൊണ്ട് രാജ്യത്തിനെതിരെ ഏത് രീതിയിൽ പെരുമാറണം, ഏത് രീതിയിൽ പ്രവർത്തിക്കണം, എങ്ങനെ കലാപമുണ്ടാക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒട്ടേറെ ദുഷ്ശക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ രാജ്യത്തിന് അകത്തും പുറത്തും അവർ വളരെ
ജാഗ്രതയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മെ ഡീസ്റ്റെബിലൈസ് ചെയ്യുവാൻ, നമ്മുടെ രാജ്യത്തെ തകിടം മറിക്കുവാൻ. അത്തരത്തിലുള്ള ശക്തികൾ വളരെ സജീവമാണ് എന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു പോരാട്ടം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം കൂടിയാണ് എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. കേണൽ എസ് ഡിന്നിയും അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്, സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട്, സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അതിൻ്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ സമൂഹത്തിന്മയെ മറികടന്ന് നമുക്ക് ഈ കുതിപ്പ് തുടരാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ രാജ്യത്തിന് ഏറെ നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. 2047 നമ്മുടെ ഇന്ത്യ മറ്റൊരു വലിയ വികസിത ഒരു ഡെവലപ്ഡ് രാജ്യമായി മാറുകയും വളരെ വലിയ കുതിപ്പുകൾ നടത്തുവാൻ കേൾപ്പുള്ള രാജ്യമായി ലോകത്തെ മുന്നിൽ നിന്ന് നയിക്കുവാൻ സാധിക്കുന്ന വിധത്തിലേക്ക് നമുക്ക് മുന്നേറാൻ സാധിക്കും. ആ ഒരു ലക്ഷ്യത്തോടു കൂടി പോകുമ്പോൾ സ്വാഭാവികമായും ശത്രുക്കൾ ഉണ്ടാകും. അത് ഓരോ വ്യക്തികളുടെയും കാര്യത്തിലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ശത്രുക്കളെ നേരിടേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചു. ടോക്കിംഗ് പോയിന്റിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.